ആ കടലോളങ്ങളില് ഓളം കിട്ടിയ രക്തത്തെ നമ്മൾ കാണുന്നുണ്ട്. കഴുത്തറക്കപ്പെട്ടപ്പോൾ അവരുടെ ദീന രോദനങ്ങൾ ഒട്ടും വളരെ ആളുകൾക്ക് സന്തോഷം നൽകി. അവരുടെ കണ്ടനാടം മുറിച്ചപ്പോൾ ഒഴുകിയ രക്തം ഒട്ടുവളരെ പേരെ ആവേശഭരിതരാക്കി. അവരത് കണ്ട് അട്ടഹസിച്ചപ്പോൾ കാണാതെ പോയ ഒരു സത്യമുണ്ട്. അത് ലോകത്തിൽ എത്രയും ഉച്ചത്തിൽ പ്രഘോഷിക്കപ്പെട്ട സുവിശേഷമാണ്. ആ കഴുത്തറുത്തവരിൽ ആരെയും അവർ ദ്വേഷിച്ചില്ല, അവർ കുതറിയില്ല, അവരെ ശപിച്ചില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിച്ചില്ല. അവർ യാതൊരു വിധത്തിലും അവരെ പ്രതിരോധിക്കുകയോ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു വാക്കുച്ചരിക്കുകയോ ചെയ്തില്ല. മറിച്ച് ബലിയർപ്പണ ബലിവേദിയിൽ ആദരവോടെ ശിരസ് നമിക്കുന്നവന്റെ മനോഭാവത്തോടെ അവിടെ കുനിഞ്ഞു നിന്നുകൊണ്ട് തങ്ങളുടെ കഴുത്ത് നീട്ടി കൊടുക്കുകയാണ് അറുക്കപ്പെടാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആ ചിന്തിയ രക്തം കണ്ട് അവരുടെ അണ്ടനാളങ്ങളിൽ നിന്ന് ചീറ്റുന്ന രക്തം കണ്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ, സന്തോഷിച്ച ആളുകൾ, അവർക്ക് കാണാൻ കഴിയാതെ പോയ ഒരു കാര്യമാണ് എന്ത്? ഈ മനുഷ്യരുടെ സൗമ്യത. തങ്ങളുടെ വിശ്വാസത്തെ പ്രതി, തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തെ പ്രതി ജീവൻ വെടിയാൻ സന്നദ്ധരായിക്കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ തങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്ന ശാന്തതയോടെ മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന ആ മനുഷ്യര്, അവർ പ്രഘോഷിച്ച ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും ആ സുവിശേഷമുണ്ടല്ലോ. കഴുത്തറക്കപ്പെടാൻ നേരത്തും എന്റെ യേശുവിനെ ഞാൻ തള്ളിപ്പറയുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ മനുഷ്യരുടെ ധീരതയുണ്ടല്ലോ, ആ മനുഷ്യരുടെ വിശ്വാസത്തിന്റെ ഉറപ്പുണ്ടല്ലോ. അതെ, അതാണ് ലോകത്തിൽ വർത്തമാനകാലത്ത് കേട്ടത് ഏറ്റവും വലിയ സുവിശേഷം. വർത്തമാനകാലത്ത് കേട്ട ഏറ്റവും വലിയ സുവിശേഷമാണ്. നിസ്സഹായതയിൽ കൊല്ലപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കപ്പെട്ടു എന്നുള്ളതല്ല. അവർക്ക് ആക്രോശിക്കാമായിരുന്നു, തങ്ങളെ കൊല്ലാമെന്നവരെ ശപിക്കാമായിരുന്നു. അത് ചെയ്യാതെ തങ്ങളെ കൊന്ന മനുഷ്യന്, തങ്ങളുടെ കഴുത്തറക്കാൻ കത്തിയുമായി നിൽക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊണ്ട്